ഓർമ്മയിലെന്നും ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന ഈ പരമ്പരയിലേക്ക് സാറ് വരുമ്പോൾ സംവിധാനം ചെയ്ത, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ 80% ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേഷങ്ങളുണ്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. അതായത് എഴുതിയ ശേഷം ഏത് വേഷം ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു തസ്തിക. എന്നാൽ അന്ന് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സിനിമകളുടെ ആലോചനയുടെ തുടക്കത്തിൽ പേന എടുക്കുമ്പോൾ തന്നെ ഈ നടന്മാർക്കുള്ള ഒരു കഥാപാത്രം അതിൽ വന്നു പെടുമായിരുന്നു, ഉണ്ടായിരുന്നു. ഈ ഒടുവിലേട്ടൻ ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളും അത്തരത്തിൽ ആലോചനയുടെ വേളയിൽ തന്നെ അദ്ദേഹത്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് സിനിമകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി സിനിമകളിൽ ഉണ്ണിയേട്ടൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കിയായിരുന്നു. കഥാനായകൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ട് ഞാനും തിരക്കഥാകൃത്തുക്കളും ഇങ്ങനെ ചർച്ച ആരംഭിച്ചപ്പോൾ ജയറാമിൻ്റെ ക്യാരക്ടർ കിട്ടി, പയ്യാരത്ത് പത്മനാഭൻ നായർ എന്ന് പറയുന്ന ആ കഥാപാത്രം കിട്ടി. പക്ഷേ ഈ ശങ്കുണ്ണി എന്ന് പറയുന്ന കാര്യസ്ഥൻ്റെ കഥാപാത്രം അങ്ങോട്ട് കൊള്ളാവുന്നുമില്ല, ഡയലോഗും വരുന്നില്ല, സീക്വൻസും വരുന്നില്ല. വല്ലാത്തൊരു ഘട്ടത്തിലായി. അപ്പോൾ ഈ രാജൻ കിഴക്കനയിലെയും മണീഷട്ടനും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എഴുത്തുകാർ. അപ്പോൾ അതിൽ മണിസാറ് ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഒടുവിലിനെ തന്നെ വച്ചുകൂടാ? ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ വാഗണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ ഉണ്ണിയേട്ടനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചിട്ട് ഒരു സീക്വൻസും വർക്കൗട്ട് ആവുന്നില്ല. കാരണം ആ സിനിമയിൽ വളരെ ഈ കുറെ സത്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂടെ, അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. നർമ്മം മാത്രമല്ല, കഥാപരമായി വലിയ പ്രാധാന്യമുള്ള വേഷമാണ്. ശരിക്കും പറഞ്ഞാൽ പല സീക്വൻസിലും ഈ കലാമണ്ഡലം കേശവനെക്കാളും ജയറാമക്കാലും ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു മുഖത്തുനിന്നും ഈ ശങ്കുണ്ണിയെ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അവസാനം തീരുമാനിച്ചു, ആ ശങ്കുണ്ണി ഉണ്ണിയേട്ടൻ തന്നെയാണ്. കഥാനായകൻ ഉൾപ്പെടെ ഇപ്പൊ മേലെപ്പറമ്പിലാണ് വീട്ടിലെ തമിഴ്നാട്ടില് ചായക്കട നടത്തുന്ന കുട്ടൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പം ഈ ഒടുവിലേട്ടനൊക്കെ അങ്ങനെ വലിയ വേഷപ്രച്ഛന്നതകളൊന്നും ഇല്ലെങ്കിലും അവതരിപ്പിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് എത്രയോ നാളായിട്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരാളായിട്ട് തോന്നും. അവിടുത്തെ പൈപ്പ് തുറക്കുമ്പോഴും ആ ബക്കറ്റ് എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ നമ്മൾ പറയുമ്പോൾ അതിൽ ചില ടിപ്പിക്കൽ മോമെൻറ്റ്സ്, മുഹൂർത്തങ്ങളുണ്ടാവും, വെരി ക്രിട്ടിക്കലുമായിട്ടുള്ള മോമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ, ഇപ്പോൾ മേലേപ്പറമ്പിൽ ആൺവീടിൽ തന്നെ ജയറാം പവിഴമായിട്ട് പ്രേമമായി, പ്രശ്നമായി, കല്യാണവും കഴിച്ചു. അപ്പോൾ ഞാൻ എന്തു ചെയ്യും, വീട്ടിലോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ? അപ്പോൾ പല പ്രാവശ്യവും വീട്ടിലൊരു ജോലിക്കാരുടെ പ്രശ്നം ജയറാം ഈ കുട്ടൻ നായരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട്, എടാ അതിന് നീ ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വീട്ടിലൊരു ജോലിക്കാരിയാണ് ആവശ്യമെങ്കിൽ ആ വേഷത്തിൽ അവളെയും കൊണ്ടുപോകും, അവിടെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ അതങ്ങ് തീരുകയും ചെയ്യുമല്ലോ എന്ന് പറയുന്ന ഡയലോഗ് ഒരു സാധാരണ നടൻ പറഞ്ഞാൽ കിട്ടത്തില്ല. അത് ഇത്ര സ്വാഭാവികമായിട്ട് പറ്റില്ല. ഇത് വലിയൊരു പ്ലാനോ ഐഡിയ പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് അദ്ദേഹം വളരെ ജെനുവിനായിട്ടാണ് പറയുന്നത്. ചുമ്മാ അങ്ങ് പറയും. അപ്പോൾ അത്തരം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സീക്വൻസ് കൈകാര്യം ചെയ്യാനും ഉണ്ണിയേട്ടനെ പോലൊരു നടൻ്റെ പ്രസക്തി വളരെ വലുതാണ്. താങ്ക് യു സർ. ഇരിക്കും. കടിഞ്ഞൂൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിലല്ലേ ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത്? കടിഞ്ഞൂൽ കല്യാണം മുതലാണ് ഞങ്ങളുടെ സൗഹൃദം വളരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു കോൺസ്റ്റബിളിന്റെ വേഷം ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വേഷം സാറിന്റെ സിനിമയിൽ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ കടിഞ്ഞൂൽ കല്യാണത്തിൽ എന്നുള്ളതാണ് എന്റെ ഒരു പൊതുവാൾ എന്ന് പറയുന്ന കഥാപാത്രമാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. മുതലാണ് ഈ സൗഹൃദത്തിന്റെ ഒരു അളവ് എങ്ങനെയായിരുന്നു സിനിമയ്ക്ക് അപ്പുറം നിങ്ങൾ തമ്മിൽ? കാരണം നിരന്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഒരു സൗഹൃദം ഉണ്ടാവുമല്ലോ. ഒരു രക്ഷയില്ലാത്ത സൗഹൃദമായിരുന്നു. ഒരു രക്ഷയില്ലാത്തതെന്ന് പറഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും വിളിക്കും, 12 മണി 1 മണിക്കൊക്കെ. ആ ഇന്ദോള രാഗത്തിൽ നമ്മളിപ്പോൾ സഗമത് അനിസ ആണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞു, ഉണ്ണിയേട്ടൻ ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഭാര്യ, നിങ്ങൾ ആ ഇന്ദോളത്തിൻ്റെ ഒന്ന് മൂള്. ഉടനെ ഞാൻ സഗമ, ഉടനെ ഭാര്യ, ഇതെന്തോ രാത്രി കിടന്ന് പാട്ട് പാടുന്നു, ആരാ അപ്പുറത്ത്? അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ലാൻഡ് ഫോൺ. ഞാൻ പറഞ്ഞു, അപ്പുറത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. അല്ല ഈ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഉണ്ണിയേട്ടാ കേൾക്കുന്നുണ്ടല്ലോ ഭാര്യ പറയുന്നത്, ഭാര്യ കിടന്ന് ഉറങ്ങട്ടെ, നിങ്ങൾ പാട്. എന്നെക്കൊണ്ട് അതിൻ്റെ ആരോഹണം അവരോഹണം പാടിപ്പിക്കും. അതിൽ ആ രാഗത്തിലൊരു ഇരി കയറ്റിയാൽ എങ്ങനെ ഇരിക്കും? പാട്ട് പ്രേമി ഇത്ര അറിവുള്ള ആളാണല്ലേ പാട്ടില്? നല്ല അറിവാണ്,
നല്ല അറിവാണ്. പക്ഷേ ഈ രാത്രി 12 മണിക്ക് 1 മണിക്കും അതായത് എന്റെ ഫാമിലിയിലൊക്കെ ഒരുപാട് സംഗീത ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് ഉണ്ട്. തോന്നുന്നത് ഒടുവിൽ സാറിന്റെ അല്ലേ ആ. ഉണ്ണിച്ചേട്ടൻ. അപ്പൊ ഈ ഹാർമോണിയം വായനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുള്ളതാണോ? ഹാർമോണിയം വായന ഒരു രക്ഷയില്ലാത്തതാണ്. ഞാനതിൽ പെട്ടിട്ടുണ്ട് ഒരിക്കൽ. എങ്ങനെയാണത്? അതായത് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ആൽബം, അന്ന് ആൽബം എന്നല്ല പറഞ്ഞാൽ കാസറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ചാവക്കാട് വെച്ച് ഭയങ്കര ഇനോഗ്രേഷനൊക്കെ നടത്തി. അന്ന് പാട്ടുകാരൻ ജയചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു. ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന സമയം ഞങ്ങളെല്ലാം ഗുരുവായൂരുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച്, നിങ്ങൾ അമ്പലത്തിൽ പാടുന്നോ? ഞാൻ പറഞ്ഞു, അവിടെ ക്ലാസിക്കലല്ലേ പറ്റത്തുള്ളൂ, നിങ്ങൾ പാടുന്നില്ലേ? ചെമ്പയിലോ? ആ ചെമ്പൈ സംഗീതോത്സവം. സംഗീതോത്സവത്തിൽ. ആ, ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ പാടും ഉണ്ണിയേട്ടാ? അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. പറയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡ് ഓഫീസർമാരെ വിളിച്ച് എനിക്ക് 10 മിനിറ്റ് അവിടെ സാക്ഷ്യം വാങ്ങിച്ചു തന്നു. ഓ, അപ്പോൾ എൻ്റെ അടുത്ത് ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ റിലീസ് ചെയ്ത കാസറ്റിലെ പറഞ്ഞാൽ ഞാൻ തന്നെ സംഗീതം ചെയ്തൊരു പാട്ട് പാടാം. എന്നാൽ അത് മതി. അപ്പോൾ ഓർക്കസ്ട്ര വെളിയിൽ നിന്നൊന്നും വിളിക്കണ്ട, ഹാർമോണിയം ഞാൻ വായിച്ചോളാം. പിന്നെ മാളച്ചേട്ടൻ, മാള കൂടെ ഉണ്ടല്ലോ, മാള തബലയമ്മ വായിച്ചോളൂ. പിന്നെ ഡെയിലി ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ എൻ്റെ മുറിയിൽ റിഹേഴ്സലാണ്. ബിജു മേനോനാണല്ലോ നായകൻ അതിനകത്ത്. അപ്പോൾ ബിജുവൊക്കെ വന്നിങ്ങനെ ഇരിക്കും. അതൊരു പതിഞ്ഞ പാട്ടാണ്. എൻ്റെ മാറിൽ ചായുറങ്ങും നിന്റെ മായിക പ്രേമം. ഇതാണ് ട്യൂണ്. ചാരുകേശി രാഗത്തിലാണ്. ഇതങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ മാളച്ചേട്ടൻ തിത്തലാൻ കിടക്കും. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഓർക്കസ്ട്ര അപകടമായിരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ, ഞാനേ നിങ്ങളുടെ ആ മായിക പ്രേമം എന്ന് പറയുന്നിടത്ത് ഞാൻ ഒരു ബിറ്റ് വായിക്കാം. ഞാൻ ചേട്ടാ, ഇത് ചെമ്പൈ സംഗീതോത്സവത്തിൽ നടക്കുന്ന കാര്യമല്ലേ പറയുന്നത്? അതെ, അതിന്റെ റിഹേഴ്സലിനെ കുറിച്ച്. അല്ലാതെ സിനിമയുടെ റെക്കോർഡിംഗ് ചെമ്പൈ സംഗീതോത്സവത്തിലാണ് മാളച്ചേട്ടന്റെ തബലയും ഈ ഹാർമോണിയവും ഈ പാട്ടും. ഓ, അപ്പോൾ 4 മിനിറ്റ് പാട്ടേ ഉള്ളൂ. രണ്ടുപേരും കൂടെ അറിയാവുന്നുള്ള മുഴുവൻ, ഏതൊക്കെയോ പഠിച്ചത് മുഴുവൻ ആ പാട്ടിനകത്ത് വായിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് ഒരുവിധം സെറ്റ്. അപ്പോൾ ബിജുവിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് എവരെ കൊണ്ട്? ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്ക്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകാൻ പറ. അവസാനം ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി. സ്റ്റേജിൽ പരിപാടി, ഭയങ്കര ജനം, ഓഡിയൻസ് മുമ്പിലുണ്ട്. ഇദ്ദേഹമൊക്കെ ആര്, ബിജു മേനോൻ, ശാന്തിനി, കനകലത, നമ്മുടെ സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം കൃഷ്ണ എന്നൊരു വിളിയുണ്ട്. അപ്പോൾ ആ കൃഷ്ണ എന്നുള്ള വിളിക്ക് ഈ രാഗം വായിച്ച് കറക്റ്റ് കോഡിൽ കൊണ്ട് നിർത്തണം. ഇതൊക്കെ പറഞ്ഞ് റിഹേഴ്സൽ ചെയ്ത് കൊണ്ടുവരികയാണ്. ഉണ്ണിയേട്ടൻ ചാരുകേശി രാഗത്തിൽ തുടങ്ങി തോടി രാഗത്തിലേക്ക് പോയി, എവിടെയൊക്കെ പോയി കൊണ്ടുവന്നൊരു റോങ് കോഡിൽ നിർത്തിയത്. എനിക്ക് കൃഷ്ണ വിളിക്കാൻ പറ്റുന്നില്ല. ഉള്ളി വിളിക്കുന്നുണ്ടെങ്കിലും പുറത്ത് വിളിക്കാൻ പറ്റുന്നില്ല. ഉള്ളി വിളിച്ചു പോയി, കൃഷ്ണ നീ നിന്ന് കര കയറ്റണേന്ന്. ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞ് മൈക്കിൽ കൂടെ കേൾക്കത്തക്ക രീതി തന്നെ പറയണം, കാരണം മൈക്ക് മുമ്പ് ഇരിക്കും. ഞാൻ ഉണ്ണിയേട്ടാ അതൊന്നുകൂടെ വായിച്ചിട്ടേ ആ എൻ്റെ മാറിൽ ചായുറങ്ങും ആ കോഡിൽ തന്നെ നിർത്തി തരണം എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുകൂടെ വായിപ്പിച്ചു, നിർത്തി തന്നു.